അങ്ങനെ നീണ്ട ഒരു മാസത്തിന് ശേഷം എൻ്റെ അമ്മ ദാ വീണ്ടും ലാൻഡ് ചെയ്തിട്ടുണ്ട്. പറച്ചിൽ കേട്ടാത്തൊന്നും അങ്ങ് ദൂരെ ദുഫായിന്ന് വന്നെയാണെന്ന്. അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ വരുന്നോണ്ട് എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. അച്ഛനും ഉണ്ട്, ഒരു ആങ്ങളയും ഉണ്ട്, പിന്നെ ആങ്ങളുടെ ഭാര്യയും കുഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ. അമ്മയും കൂടെ വീട്ടിലുള്ളതുകൊണ്ട് ഇന്ന് അത്താഴത്തിന് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ചപ്പാത്തിയും ഗോപി മഞ്ചൂരിയനും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കോളിഫ്ലവർ ഒന്ന് വൃത്തിയാക്കി പുഴുങ്ങി എടുത്തിട്ട് അതിനകത്ത് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് എണ്ണയ്ക്കകത്ത് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട്. ഈ വറുത്ത് വെച്ച കോളിഫ്ലവറിന്റെ ഏകദേശം ഒരു പകുതി ഭാഗം മാത്രമേ എനിക്ക് കറി വെക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഇടയിൽ കൂടെ വന്ന അമ്മയും ഞാനും കൂടെ തന്നെ തിന്നുന്നുണ്ടായിരുന്നു. കോളിഫ്ലവർ വറുത്ത് കോരിട്ട് വേറൊരു പാത്രത്തിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം, സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് വഴറ്റുന്നുണ്ട്. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളും ചേർത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ തട്ടി ആവശ്യത്തിനുള്ള കുറച്ച് സോസും കൂടെ ചേർത്തിട്ട് കുറച്ച് കോൺഫ്ലവറും കൂടെ കലക്കി ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആവുമേ. സത്യം പറഞ്ഞാൽ അവസാനമായപ്പോഴത്തേക്ക് ഞാൻ ഗോപി മഞ്ചൂരിയനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇത് ഗോപി മഞ്ചൂരിയൻ ആയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് സോസിന്റെ ടേസ്റ്റ് ഒക്കെ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്തുള്ളായിരുന്നു. അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷെ എന്തൊക്കെയായാലും അമ്മയ്ക്ക് കറി നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ സ്ഥിരം ടെസ്റ്ററായിട്ടുള്ള എന്റെ ഭർത്താവിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.